വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനിയാണെങ്കിൽ സത്യയും പപ്പിയെയും കൂട്ടിക്കൊണ്ട് ആ ഒരു ദീപു എന്ന് പറയുന്ന ആ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം പിന്നെ വിട്ട വീട് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ഉത്തരവൊക്കെ പോയിട്ട് ടാർപ്പൊക്കെ ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിൽ കുറേ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. അന്നേരം കാഹളം കുമാരൻ അവിടെ നിൽക്കുന്നുണ്ട്. അന്നേരം മേഡം എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ പിന്നെ എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലാണ് ദീപു പഠിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അന്നേരം എന്താ അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പിന്നെ ഉത്തരം കഴുക്കോല് വന്ന് കുട്ടിയുടെ മേലത്തേക്ക് വീണതാണ്. സ്പോട്ടിൽ തന്നെ മരിക്കുകയായിരുന്നു. ആ കുട്ടിക്കൊന്ന് നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല. പിന്നെ അത്രയ്ക്ക് ശോചനീയമാണ് ഇവിടുത്തെ അവസ്ഥ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അകത്തേക്ക് കയറാമെന്നും പറഞ്ഞ് ശാലിനി ഇങ്ങനെ പറയുമ്പോൾ വേണ്ട, അത്രയ്ക്ക് പരിതാപകരമാണ് ഈ വീടിൻ്റെ ഒരു അവസ്ഥ, മാഡത്തിന് പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണം ഇവർക്ക് വേണ്ടിയിട്ട് എന്ന് പറയുകയാണ്. അന്നേരം ഇതുവരുടെ സ്വന്തം ഭൂമിയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, പുറമ്പോക്കാണ്, പട്ടയമായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ ദീപുവിൻ്റെ അമ്മയും കൂടി അകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ദീപു ആകെ കരഞ്ഞുകൊണ്ട് വരികയാണ്. ഒരു കൊച്ചു കുട്ടിയാണ്, സത്യയുടെ പപ്പിയുടെയും ക്ലാസ്സിൽ പഠിക്കുന്നത്. ഈ അമ്മയൊന്ന് കരയുകയാണ്. അന്നേരം സത്യ പപ്പി എൻ്റെ ചേച്ചി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം കരയേണ്ട ദീപു എന്നൊക്കെ ഈ കുട്ടികൾ പറയുന്നുണ്ട്. അന്നേരം കാഹളം കുമാരൻ പറയുന്നുണ്ട് 14 വയസ്സേ ആയിട്ടുള്ളൂ, പിന്നെ ആകെപ്പാടെ ഉള്ളൊരു പ്രതീക്ഷയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ കുട്ടിയുടെ അച്ഛൻ ഹോസ്പിറ്റലിലുമാണ്. അന്നേരം പിന്നെ പിറ്റേന്ന് സ്കൂളിൽ പോകണം, ക്ലാസ് ടെസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കുട്ടി കിടന്നതാണോ എന്ന് നിലവിളിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അമ്മയും കരയുന്നുണ്ട്. ഈ ദീപു അമ്മയെ കെട്ടിപ്പിടിച്ചങ്ങോട്ട് കരയുകയാണ്. അന്നേരം കാഹളം കുമാരൻ പറയുന്നുണ്ട്, കണ്ടില്ലേ ഇവരുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഇവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറയുമ്പോൾ ഒരു സ്ത്രീ വന്നവർ രണ്ടുപേരെയും കൂടി അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അന്നേരം മാഡത്തിന് പറ്റുമെങ്കിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം, ഇതിനു വേണ്ടി ഇവർ കയറി ഇറങ്ങാത്തൊരു ഓഫീസില്ല എന്ന് പറയുകയാണ്. അന്നേരം നോക്കട്ടെ, പട്ടയത്തിൻ്റെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം, പിന്നീട് വീടിൻ്റെ കാര്യം നോക്കാം, ആദ്യം പട്ടയമാകട്ടെ എന്ന് പറയുന്നുണ്ട്. അന്നേരം മാഡത്തെ പോലുള്ളവർ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കുമെന്നൊക്കെ കുമാരൻ പറയുന്നുണ്ട്. ഈ സമയത്ത് രോഹിത് ആണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. ശാലിനിക്ക് പ്രസവിച്ചു, പെൺകുട്ടിയാണെന്ന് പറയുമ്പോൾ ശാലിനി ആകെ സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞിന് തൂക്കക്കുറവുണ്ടെന്ന് പറഞ്ഞു. വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുക. അന്നേരം എൻ്റെ കൂടെ കുട്ടികളുണ്ട്, ഞാൻ അവരെ വീട്ടിലാക്കിയിട്ട് വരാമെന്ന് പറയുമ്പോൾ എത്തിയാൽ മതി എന്ന് പറഞ്ഞ് രോഹിത് ഫോൺ വെക്കുന്നുണ്ട്. തുടർന്ന് ഈ കാഹളം കുമാരൻ ചോദിക്കുന്നുണ്ട്, മാഡം ഒന്നും പറഞ്ഞില്ല എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം, എന്നെ ഇവിടെ എത്തിച്ചത് ഈ കുട്ടികളാണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണം ഈ വീട്ടുകാർക്ക് കിട്ടിയിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കല്ല, പ്രവർത്തിച്ച് കാണിക്കുന്നവർ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസമാണ് ഇവർക്ക് വേണ്ടത്. ഇവിടെ എന്തായാലും ജനിച്ചു പോയില്ലേ, അപ്പോൾ ജീവിച്ചല്ലേ പറ്റൂ എന്നിങ്ങനെ പറഞ്ഞ് കുമാരൻ കുറേ ഫിലോസഫിയൊക്കെ പറയുന്നുണ്ട്. ശാലിനി അവർക്ക് സഹായം ചെയ്യാമെന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. അതേസമയം ആൻ്റണിയും ഡേവിസും കൂടി ഡേയ്സിയും കൂട്ടിക്കൊണ്ട് യോഹന്നാൻ്റെ അവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം ഡോറ് ആൻ്റണി ഇങ്ങനെ തുറന്നു കൊടുക്കുമ്പോൾ ഡേയ്സിക്ക് ഇറങ്ങാനായിട്ടൊരു മടി. അന്നേരം നീ ഇങ്ങോട്ട് ഇറങ്ങ്, അപ്പനോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, പിന്നെ ടി വിയിലും കുറച്ചൊക്കെ കണ്ടു കാണുമല്ലോ, വന്ന് നമ്മുടെ അപ്പനല്ലേ എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് കയറാനായിട്ട് തുടങ്ങുമ്പോൾ യോഹന്ന അകത്തുനിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം എൽസമ്മയെ വിളിക്കുകയാണ്, എൽസമ്മയെ നിൻ്റെ മോൾ എന്തോ മലയൊക്കെ മറിക്കാൻ പോയിട്ട് 4-5 മലയായിട്ടൊക്കെ വന്നിരിക്കുന്നു, ചെന്ന് ആനയിച്ചുകൊണ്ട് വാന്ന് വിളിക്കുകയാണ്. കളിയാക്കിയാണ് യോഹന്ന സംസാരിക്കുന്നത്. അന്നേരം എൽസമ്മയാണെങ്കിൽ മോള് കയറി വാന്ന് പറയുമ്പോൾ എന്നും പറഞ്ഞ് ഇങ്ങോട്ടൊരു ആട്ടുകയാണ്. അനയിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് ആനയിച്ചേക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഡെയ്സിയോട് ചെന്ന് പിന്നെ എങ്ങോട്ടാ നീ പിന്നെ കക്കാൻ പോയതൊക്കെ കൊള്ളാം, പക്ഷെ അത് പിടിക്കപ്പെടാതെ നോക്കുന്നതാണ് മിടുക്ക്. ഇതിപ്പോൾ അവർ ശിവനെതിരെ നീ വജ്രായുധമൊക്കെ പ്രയോഗിച്ചതൊക്കെ കൊള്ളാം, പക്ഷേ അവർ നിനക്കെതിരെ തെളിവ് സഹിതം പ്രയോഗിച്ചില്ലേ, അതുകൊണ്ട് നീ മൊത്തം മാനം കെട്ട് മാറിയില്ലേ, കുറേയൊക്കെ ഞാൻ ടി വിയിലൂടെയും കണ്ടു, അതുകൊണ്ട് ഇനി നീ ഈ വീട്ടിൽ വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. എന്നേക്കുമ്പോൾ ഞാൻ നിന്നെ അങ്ങോട്ട് തള്ളുകയാണ്, ഞാൻ പറയുന്നതും കേൾക്കാത്തതൊന്നും മക്കളാരും ഇവിടെ നിൽക്കേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ആൻ്റണിയും പറയുന്നുണ്ട്, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ, അപ്പോൾ ഇത്തവണത്തേക്ക് കൂടി അവൾക്കൊന്ന് മാപ്പ് കൊടുക്കുക എന്ന് പറയുമ്പോൾ സമയം പറയുന്നുണ്ട്, പെൺകൊച്ചിന് അപ്പൻ്റെ വാശി കിട്ടിയിട്ടുണ്ട്, പോയി എന്തെങ്കിലും കടുങ്കൈ കാണിച്ചാലോ എന്നിങ്ങനെ പറയുമ്പോൾ യോഹന്നാൻ കളിയാക്കി അതേ തമാശയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അന്നേരം കാണിക്കുന്നെങ്കിലും അങ്ങോട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, അത് അവരുടെ വിധിയാണെന്ന് കരുതി സമാധാനിച്ചോളാം, പിന്നെ ഞാൻ പറഞ്ഞാൽ അനുസരിക്കാത്തവൾ ഇവിടെ വേണ്ട, ഞാൻ മര്യാദയ്ക്ക് ഇവളോട് പറഞ്ഞല്ലേ ഡേവിസിനെയും കെട്ടി ഇവിടെ നിൽക്കാനായിട്ട്, അപ്പോൾ ഇവൾക്ക് പറ്റില്ല, അപ്പോൾ പറഞ്ഞാൽ കേൾക്കാത്തവരാരും ഇവിടെ വേണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് പൊയ്ക്കോളാനും പറഞ്ഞിട്ട് യോഹന്നാൻ അങ്ങ് തിരിയുകയാണ്. അന്നേരം ഡേയ്സി ഇങ്ങനെ ആകെ വിഷമിച്ചിട്ട് അപ്പാന്ന് വിളിക്കുക. അന്നേരം എന്തോന്നും പറഞ്ഞിട്ട് യോഹന്നാൻ തിരിഞ്ഞിരിക്കുന്നുണ്ട്. ആ കളിയാക്കൽ രീതി തന്നെയാണ്. അന്നേരം അവൻ പറയുന്നത് എന്തോ അനുസരിക്കാനായിട്ട് ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം യോഹന്നാൻ ഇങ്ങനെ എല്ലാവരെയും നോക്കുന്നുണ്ട്. അന്നേരം ഡേവിസും ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം എന്താ നീ ഒന്നുകൂടി പറഞ്ഞതെന്ന് പറയുമ്പോൾ അപ്പം പറയുന്നത് അനുസരിക്കാൻ, എന്തായാലും അത് അനുസരിക്കാനായിട്ട് ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ
എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഡെയ്സി ആണെങ്കിൽ ആ താലി ഇങ്ങനെ വലിച്ചു പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. എന്നിട്ട് ഇനി എൻ്റെ കഴുത്തിൽ താലി ഉണ്ടാവില്ല, മനസ്സിൽ ശിവനും ഉണ്ടാകില്ല, അപ്പം പറയുന്നത് പോലെയൊക്കെ അനുസരിച്ച് ഞാൻ ഇവിടെ നിന്നോളാം, മാണിക്കോത്ത് മഹേന്ദ്രനും ശിവനും എതിരായിട്ട് അപ്പനോടൊപ്പം പൊരുതാനായിട്ട് ഞാനുണ്ടാകും, എനിക്ക് അവരുടെ നാശം കാണണം എന്നിങ്ങനെ പറഞ്ഞു ആകെയില്ല ദേഷ്യത്തിൽ ഡെയ്സി നിൽക്കുകയാണ്. അപ്പോൾ ആൻ്റണിക്കും ഡേവിസിനും യോഹന്നാനും ഒക്കെ ആകെ സന്തോഷമാകുന്നുണ്ട്. ഡേവിസിനാണ് കൂടുതൽ സന്തോഷമാകുന്നത്. വിവാഹം നടക്കുമെന്നുള്ളത് അവിടെ മനസ്സിലാകുന്നുണ്ട്. തൻ്റെ മകൾ തൻ്റെ വരുതിക്ക് വന്നതിൽ പിന്നെ യോഹന്നാനും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഇതേ സമയം അവിടെ ഹോസ്പിറ്റലിൽ ശാരികയാണെങ്കിൽ വീണ്ടും ഇങ്ങനെ വിഷമിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ മോളെ എനിക്ക് കിട്ടില്ല, ഞാനതിനെ കൊല്ലാനൊക്കെ നോക്കിയല്ലേ, അതിൻ്റെ ഫലമാണ്, എനിക്ക് കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്യാമ ആശ്വസിപ്പിക്കുന്നുണ്ട്. അത് ഡോക്ടർമാർ വെറുതെ പറയുന്നതാണ്, ഇങ്ങനെയൊക്കെ എവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല, കിട്ടിയിട്ടില്ലേ, ആശ്വസിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശാരികയാണെങ്കിൽ അതൊന്നും കൂട്ടാക്കുന്നില്ല. ഗോപാലകൃഷ്ണനും ശാന്തയൊക്കെ അടുത്ത് നിൽപ്പുണ്ട്. ഈ സമയത്ത് ശാലിനിയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. റൂമിലേക്ക് വരുമ്പോൾ മോളെയെന്നും പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുമ്പോൾ ശാരിക അങ്ങ് ശാലിനിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അന്നേരം എൻ്റെ മോളെ എനിക്ക് കിട്ടില്ല, അവരെന്നെ ഒന്ന് കാണിച്ചിട്ട് പോലുമില്ല, തൂക്കക്കുറവുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കണ്ടിട്ട് പോലുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊന്നും ശ്യാമയ്ക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഗോപാലകൃഷ്ണനും ശാന്തയൊക്കെ നോക്കി നിൽക്കുകയാണ്. അന്നേരം ചേച്ചി വിഷമിക്കുകയൊന്നും വേണ്ട, ഇപ്പോഴത്തെ സംവിധാനങ്ങൾ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനുള്ളതൊക്കെ ഉണ്ട്, നമ്മൾ ഹോസ്പിറ്റലിലേ നിൽക്കുന്നത്, അപ്പോൾ നമ്മൾ കുഞ്ഞിനെ സുഖമായിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ട് പോകത്തുള്ളൂ, ഒന്നും സംഭവിക്കില്ല എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അന്നേരം ശ്യാമയും പറയുന്നുണ്ട്, ശ്യാമ അങ്ങോട്ട് പറയുകയാണ്, അതുകൊണ്ടാണ് ഈ കുഞ്ഞിനെ ആദ്യമേ വേണ്ടെന്ന് പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിയെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം പിന്നെ കേട്ടില്ല എല്ലാവരും പറയുന്നത്, അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു എന്നിങ്ങനെ ശാരിക ചോദിക്കുകയാണ്. അമ്മ എവിടെ ഇല്ലല്ലോ എന്ന് പറയുകയാണ്. ശാലിനി ഇങ്ങനെ ഗോപാലകൃഷ്ണൻ നോക്കിയിട്ട് പറയുന്നുണ്ട്, പക്ഷേ അമ്മ എവിടെയുണ്ടെന്ന് അറിയാവുന്നവരൊക്കെ ഉണ്ടല്ലോ, പക്ഷേ എത്രയായാലും പറയില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ കൊണ്ട് ദേഷ്യം കൊണ്ട് ചാടി എഴുന്നേൽക്കുകയാണ്. അന്നേരം നീ എന്താടി പറഞ്ഞു വരുന്നത്, നീ വീണ്ടും എന്നോട് ചോദ്യം ചെയ്യാനായിട്ട് വരാൻ പോവുകയാണോ, നീ നിൻ്റെ പോലീസുകാരെ കൊണ്ട് ഗോപാലകൃഷ്ണനെ വരട്ടാൻ നോക്കിയതല്ലേ, ഇനിയിപ്പോൾ ക്രൈംബ്രാഞ്ചിനെ കൊണ്ടുവരുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട്, പിന്നെ അമ്മ എവിടെയാണെന്ന് അറിയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എന്ത് നേരിടാനായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്, നിങ്ങളുടെ അമ്മയെ ഞാനങ്ങോട്ട് പുഴുങ്ങി തിന്നു, അല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ശാരികയും ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അതിനുള്ള അവകാശമില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അവകാശം അതൊക്കെ ഞാൻ കുറേ കണ്ടതാണ്, അവൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടിൻ്റെ അവകാശമൊക്കെ നിങ്ങൾ ചോദിച്ചില്ലേ, പിന്നെ ഇതുകൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് നിന്നത്, എങ്ങോട്ടെങ്കിലും പോയാൽ മതിയായിരുന്നു എന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. അന്നേരം അതുകൊണ്ടാണ് അവൾ പോയതെന്ന് പറയുമ്പോൾ ശ്യാം പറയുന്നുണ്ട്, ഓ അപ്പോൾ അതാണല്ലേ കാര്യം, ഞങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ അച്ഛനമ്മയെ രക്ഷിച്ചുകൊണ്ട് പോയതാണല്ലേ, സ്വത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് ഞാനാണ് ചോദിച്ചത്, എനിക്കും വല്യേച്ചിക്കുമാണ് സ്വത്തും ഒന്നും ഇല്ലാതെ നിൽക്കുന്നത്, അതുകൊണ്ടാണ് വീട് എഴുതി തരാൻ പറയുന്നത്, ബാക്കി എല്ലാവർക്കും എല്ലാം അങ്ങോട്ടുണ്ടല്ലോ എന്നിങ്ങനെ അത് ശാലിനിയെ നോക്കിയാണ് പറയുന്നതൊക്കെ. അന്നേരം വീണ്ടും ശാലിനി അങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് എൻ്റേതായ ഒരു സത്യമുണ്ട്, ആ സത്യത്തെ ഞാൻ വിശ്വസിക്കാത്തിടത്തോളം കാലം എൻ്റെ രീതിക്ക് ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ, നിങ്ങളെ കൊണ്ട് എന്താണ് വെച്ചാൽ ചെയ്യാവുന്ന അതങ്ങോട്ട് ചെയ്യുന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ തലതട്ടാൻ നിൽക്കുകയാണ്, പറയില്ല എന്നുള്ള രീതിക്ക്. ഈ സമയത്ത് ഡോക്ടറും നഴ്സും കൂടി അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം മാഡം എന്ന് പറഞ്ഞ് ശാലിനിയോട് സംസാരിക്കുകയാണ്, ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുഞ്ഞ് ഇൻക്യുബേറ്ററിലാണ്, അതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ശാരികയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞു. അന്നേരം കുഴപ്പമൊന്നുമില്ല എൻ്റെ മോള് എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ ഇൻക്യുബേറ്ററിലാണ്, പിന്നെ തൂക്കക്കുറവുണ്ട്, പിന്നെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ശാലിനിയോടാണ് പറയുന്നത്. കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരുറപ്പും ഞാൻ പറഞ്ഞിരുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക, അദ്ദേഹത്തിനല്ലേ അറിയത്തുള്ളൂ എന്താണ് നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് എന്നുള്ളത്, ആയുസ് പോകാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്, അപ്പോൾ പ്രാർത്ഥനയാണ്, ഈശ്വരന്മാർ രക്ഷിക്കും, 48 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവുകയാണ്. ശാരിക അന്നേരം അങ്ങ് അലമുറയിട്ട് കരയുകയാണ്. പിന്നെ ശാലിനിയെ കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് കരയുന്നുണ്ട് മോളെ എന്നും പറഞ്ഞിട്ട്. പക്ഷേ അന്നേരം ഗോപാലകൃഷ്ണൻ്റെ ശാന്തയൊക്കെ സങ്കടത്തോടെ നോക്കി നിൽക്കുമ്പോൾ ശ്യാമയാണെങ്കിൽ ഒരു പുച്ഛഭാവത്തോടെ ഇതെന്തോന്നുള്ള രീതിക്ക് അങ്ങോട്ട് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അന്ന് രാത്രിയാണെങ്കിൽ അവിടെ വേലായുധൻ്റെ വാടക വീട്ടിലെ ശിവനാണെങ്കിൽ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. ഡെയ്സി വന്ന് ആ പ്രശ്നം ഉണ്ടാക്കിയതും പിന്നീട് ഡെയ്സി പറഞ്ഞു വിട്ടതും ആ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്ര വരുന്നുണ്ട്, ഏട്ടൻ കിടക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം നീ കിടന്നോ, ഞാൻ പിന്നെ കിടന്നോളാം എന്ന് പറയുമ്പോൾ ഏട്ടൻ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ പെണ്ണുങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് പ്രയാസമാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഡെയ്സിയുടെ കാര്യമാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അവൾക്ക് എന്നോട് എത്രയ്ക്ക് ക്രൂരമായിട്ട് പെരുമാറാനും എന്നെ അപമാനിക്കുകയൊക്കെ എങ്ങനെ
എങ്ങനെ തോന്നി, ഞാൻ അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നതല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ചന്ദ്ര പറയുന്നുണ്ട്, അത് തന്നെയാണ് വാസ്തവം, സത്യമായിട്ട് വരുന്നത്, ഇഷ്ടപ്പെട്ടിരുന്നതല്ലേ എന്ന്. അപ്പോൾ ഇപ്പോഴും ആ ഒരു ഇഷ്ടം ഏട്ടനില്ല. പക്ഷേ ഡെയ്സി ആണെങ്കിൽ ഇപ്പോഴും ഏട്ടനെ സ്നേഹിക്കുന്നുണ്ട്. ആ ഒരു പ്രിയപ്പെട്ടവരുടെ സ്നേഹം നഷ്ടമാകുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു അവസ്ഥ തന്നെയാണ്, അത് തന്നെയാണ് ഡെയ്സി. ഞാൻ ഡെയ്സിയുടെ ഭാഗത്ത് നിന്ന് ഏട്ടനെ ഒന്നങ്ങോട്ട് ചിന്തിച്ച് നോക്കിക്കേ എന്നിങ്ങനെ പറയുകയാണ്. എവിടെയോ ഒരു വായിച്ചു കേട്ടൊരു വാചകമാണ് എനിക്ക് ഓർമ്മ വരുന്ന, 1000 മുറിവുകൾ ചിലപ്പോൾ വേദന ഉണ്ടാക്കില്ല, പക്ഷേ പ്രിയപ്പെട്ട ഒരാളുടെ മൗനം അത് ചിലപ്പോൾ ഒരു ജന്മം മുഴുവൻ വേദനിക്കാനായിട്ട് നമുക്ക് അത് മാത്രം മതി. അത് തന്നെയാണ് ഡെയ്സിയുടെ കാര്യത്തിലും. ഇപ്പോൾ അവൾക്ക് ഏട്ടനോട് ആ ഒരു ഇതൊക്കെ ദേഷ്യമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഏട്ടൻ അവളിൽ നിന്ന് അകന്നു പോയത് തന്നെയാണ്. അവളെ മാറ്റി നിർത്താനായിട്ട് എന്തെങ്കിലും ഒരു കാരണം ഏട്ടന് പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് മോളെ നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഡെയ്സിക്കാണെങ്കിൽ ഏട്ടനോട് ആ പഴയ സ്നേഹം ഇപ്പോഴും ഉണ്ട്, പക്ഷേ ഏട്ടനാണെങ്കിൽ ആ ഒരു സ്നേഹം ഇല്ല. പെണ്ണുങ്ങളുടെ മനസ്സിലെ സ്നേഹവും പ്രണയവും ഒക്കെ മാറിയാൽ അതൊരു പക്ഷെ പകയായിട്ട് മാറും. ഡെയ്സി ഒരു പക്ഷെ ഒരു മുഴു ഭ്രാന്തിയുടെ രീതിയിലേക്ക് പോകാം. അതും നമ്മൾ തന്നെ കാണേണ്ടി വരില്ലേ? ഏട്ടൻ എന്തുകൊണ്ട് ഒരു സ്നേഹം ഇപ്പോഴില്ല, അത് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് തീർത്താനുള്ള ഒരു കാരണം എന്തെങ്കിലും പറയാനാവുമോ എന്ന് ചോദിക്കുമ്പോൾ ശിവൻ ഇങ്ങനെ ആകെ ചിന്തിച്ച് നിൽക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അവിടെ ചന്ദ്ര ചോദിച്ചതും ചോദ്യങ്ങൾ തന്നെയാണ്, എല്ലാവർക്കുമുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ട് അത്രയും ഇഷ്ടപ്പെട്ട് കല്യാണമൊക്കെ കഴിച്ചിട്ടും ഡെയ്സി എന്തുകൊണ്ട് ശിവനെ നേരം അകറ്റി നിർത്തുന്നു എന്നുള്ളത്. ആ ഒരു സത്യഭാമയുടെ വീട്ടിലേക്ക് വന്ന ശേഷവും വിഷ്ണുവിൻ്റെ ഹൃദയം സ്വീകരിച്ചതിന് ശേഷവുമല്ലേ ഡെയ്സിയെ ശിവനങ്ങോട്ട് അകറ്റി നിർത്തുന്നത്. അത് ഇനി എന്താകും, ഏത് വഴിത്തിരിവിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ ആ ഡെയ്സി എന്തായാലും അവിടെ ഡെയ്സിനെയൊക്കെ വിവാഹം കഴിക്കുമായിരിക്കും. പക്ഷേ ആ ഒരു പകയോടുകൂടി ഇനി മുന്നോട്ട് സുസ്മിതയുമായിട്ടുള്ളൊരു കൂട്ടൊക്കെ ഉപേക്ഷിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നും വരില്ല. അത് എന്താകും എന്നുള്ളത് നമുക്ക് അടുത്തടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.